ഒന്നും അറിയാതെ ഒരു ദിവസം രാവിലെ പോയിട്ട് ഒരു മീശം താടി ഒട്ടിക്കലല്ല മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ നാട്യശാസ്ത്രത്തിൽ മേക്കപ്പിന് പറയുന്നത് ഈ നടൻ കഥാപാത്രമാവുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ച അവസ്ഥയിലാണെന്നാണ്. ജഡവസ്തുവായിട്ടാണ് അത് അയാൾ നടനെ സങ്കല്പിക്കുക. ആ നടന് നമ്മൾ ആംഗിക ഭാഷയും സംസാരിക്കാനുള്ള കഴിവും മറ്റ് ചലനങ്ങളും ഉടയാടകളും ആഭരണങ്ങളും വേഷഭൂഷാദികളിലൂടെ കഥാപാത്രത്തിലേക്ക് അയാളെ ട്രാവൽ ചെയ്യിപ്പിക്കും. അയാളെ തന്നെ ഒരു ഘട്ടത്തിൽ അയാൾ തിരിച്ചറിയും ഞാൻ ആരാണെന്നുള്ളത്. ആ ചോദ്യത്തിന് അയാൾ ഉത്തരം കണ്ടെത്തുമ്പോൾ ആ ഉത്തരം എത്തുന്നിടത്താണ് അയാൾ ഒരു കഥാപാത്രമായി മാറുന്നത്. ആ കഥാപാത്രത്തെ അങ്ങനെ ട്രാവൽ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ മേക്കപ്പിന് സാധ്യമാകണം. അതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ എന്തെങ്കിലും ഒരു മീശ ഒട്ടിക്കണോ ഒരു മുടി വെക്കുന്നതല്ല, സ്ഥായിയായ ഒരു ഭാവത്തെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന ഒരാളാണ് ഏറ്റവും നല്ലൊരു മേക്കപ്പ്. പത്തേമാരി എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ യങ് ആയിട്ടുള്ള ഏജും കാണിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് വയസ്സായിട്ടുള്ള ലുക്കും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ യങ് എന്ന് വയസ്സായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എന്തൊക്കെയാണ് അതിനുള്ള വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇതൊന്നും ഒരു ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. മമ്മൂട്ടി പോലുള്ള അത്രയും ഗ്ലാമറായിട്ടുള്ള ഇപ്പോഴും വളരെ യങ്ങായിട്ടുള്ള ഒരാൾ അയാളെ വയസ്സാക്കുന്നതിനും ഇത് ചെയ്യുന്നതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ആവശ്യമുള്ളൂ. അത് കൃത്യമായി ചെയ്യണം. അതിപ്പോൾ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ അത് കൃത്യമായി ചെയ്യണം. വെച്ചാൽ മേക്കപ്പ് ഒരിക്കലും കൂടാൻ പാടില്ല. കുറഞ്ഞാൽ ആരും നമ്മളോട് ഒന്നും പറയാൻ പാടില്ല. മേക്കപ്പ് കൂടിയാൽ ആൾക്കാർ പറയും അത് നന്നായില്ലെന്ന് പറയും. പക്ഷെ മേക്കപ്പ് പരാജയപ്പെടുന്ന ഒരു നടൻ്റെ പരാജയമായിട്ട് കാണും. ഏറ്റവും നല്ല നടൻ എന്ന് പറയാൻ ഏറ്റവും നല്ല മേക്കപ്പ് അയാളെ പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഏറ്റവും നല്ല മേക്കപ്പ് അല്ലെങ്കിൽ ഏറ്റവും നല്ല നടൻ പുറത്തു വരില്ല. അപ്പോൾ മേക്കപ്പിന് വലിയൊരു ഘടകം. മേക്കപ്പ് എന്ന് പറയുന്നത് പെയിൻറ്റിങ് മാത്രമല്ല, വേഷഭൂഷാദികൾ, അയാളുടെ വസ്ത്രം ഉൾപ്പെടെയുള്ള കിരീടം ഉൾപ്പെടെ അയാളുടെ കയ്യിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിലിരിക്കുന്ന സ്ഥലം, അയാളെ മറ്റ് ആഭരണങ്ങൾ, ഇതെല്ലാം ഈ മേക്കപ്പ് എന്ന് പറയുന്ന ഇതിനകത്ത് പെട്ടതാണ്. ആഹാര്യം എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ആഹാര്യത്തിൽ എല്ലാ വസ്തുതയും അടങ്ങിയിരിക്കും. അത് കൃത്യ അളവിൽ നാട്യശാസ്ത്രത്തിൽ തന്നെ പറയേണ്ട അരഞ്ഞാണം എടുത്ത് തലയിൽ കെട്ടാൻ പാടില്ല. നമുക്ക് കൃത്യമായി ചെയ്യാൻ നമുക്ക് പറ്റണം. കൃത്യം എവിടെയാണ്? ഒരാളെ എൻഹാൻസ് ചെയ്യുന്നതിൽ കൃത്യം എവിടെയാണ്? ആ കൃത്യം കണ്ടുപിടിക്കലാണ് മർമ്മം എന്ന് പറയുന്നത്. ആ മർമ്മം കണ്ടുപിടിക്കലാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ദൗത്യം. മേക്കപ്പില്ലാതെ ഏറ്റവും സുന്ദരനുമായിട്ട് തോന്നിയിട്ടുള്ള നടനും നടിയാരൊക്കെ? അങ്ങനെ ഒരാളും സുന്ദരനും സുന്ദരിമാരുമില്ല. സുന്ദരൻ നമ്മളാക്കുന്നതാണ്. ഏറ്റവും മോശമാക്കാൻ പറ്റും. ഇപ്പോൾ ജയ് ഭീം എന്ന് പറഞ്ഞ പടത്തിൽ ഏറ്റവും മോശമായിട്ടല്ല ഹീറോയിനെ കളർ ഡൗൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിരവധി സിനിമകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പൊന്തമ്മാട എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് 40-45 വയസ്സുള്ള മമ്മൂട്ടിന് അത്രയും ഡൗൺ വർത്തായിട്ടുള്ളൊരു മേക്കപ്പ് അല്ല ചെയ്തത്. അപ്പോൾ മേക്കപ്പ് ഒരു ആക്ടറെ അല്ല ഒരു ആക്ട്രസിനെ അല്ല ചെയ്യുന്നത്, അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കഥാപാത്രത്തെ ചെയ്യും. ആ കഥാപാത്രത്തെയാണ് നമ്മൾ മേക്കപ്പിലൂടെ മാറ്റുന്നത്.